ഞാൻ ഉന്നയിച്ച മറുപടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നോക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ മോഹനൻ എന്നൊരു ചോദിക്കുകയുണ്ടായി. ഈ വർക്ക്ഷോപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തമായ സ്ഥലം വാങ്ങിച്ച് സംഘടന നൽകണമെന്നാണ് ആദ്യം പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായത്. കാരണം നമ്മുടെ സംഘടനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾ മാറി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ഒരാളുകളുടെ ഇന്നും കളക്ട് ചെയ്യുന്ന 1200 രൂപയുടെ കണക്ക് ജോയിന്റ് സെക്രട്ടറി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഇൻഷുറൻസ് മുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന പൈസ അതിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ പോയിട്ട് ആൾക്ക് പെൻഷനാണ് നമ്മുടെ യൂണിറ്റിൽ കൊടുക്കുന്നുണ്ട്. ഈ പെൻഷൻ കൊടുക്കുന്നത് വരെ നമ്മുടെ സംഘടനയാണ്. അപ്പോൾ സ്ഥലം മേടിച്ചു കൊടുക്കുന്നൊരു സംവിധാനം ഇല്ല. ആശയം നല്ലതാണ്, കഴിവുള്ളവർക്ക് കൊടുക്കാം. പക്ഷേ സംഘടന സംബന്ധിച്ചിടത്തോളം പുള്ളിയെ സൂചിപ്പിച്ചു, ഇവിടെ 5 ലക്ഷം രൂപയാണ് ഒരു സെന്റിന് വില. ഇന്ന് സർക്കാർ ഭൂമി DIC പോലും എടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ ഒരു സെന്റിന് കെട്ടിവെക്കണം. അപ്പോൾ ഈ 5 ലക്ഷം രൂപയിൽ 10-20 ഏക്കർ സ്ഥലം എടുത്തിട്ട് ഒരു ഹബ്ബാക്കിയിട്ട് കൊണ്ടു നടക്കുന്നത് എളുപ്പമായിട്ടാണ് തോന്നുന്നില്ല. എന്തായാലും മോഹൻ്റെ പ്രശ്നങ്ങളെല്ലാം കൂടി നോട്ട് ചെയ്തിട്ടൊന്ന് എഴുതി ജില്ലാ കമ്മിറ്റിക്ക് തരികയാണെങ്കിൽ അതിന് വ്യക്തമായ മറുപടി നമുക്ക് നൽകാൻ കഴിയും. പിന്നെ 2022-23 കാലയളവിൽ പാലക്കാട് ജില്ലയിൽ 5000 ആളുകളും 500 രൂപ വെച്ച് പിരിച്ചിട്ട് നിന്നാണ് കണക്കെന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ സംഘടന നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കുറി യുദ്ധം നടത്തിയിരുന്നു. കുറി നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനം ഇപ്പോൾ വാടകയ്ക്കാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായി സ്ഥലം മേടിച്ചൊരു കെട്ടിടത്തിലേക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറ്റുന്നതിന് ആവശ്യമായിട്ടാണ് നമ്മളെ കുറി വെച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇതിൽ 1530 പേരാണ് നമ്മുടെ കുറിയിലുണ്ടായിരുന്നത്. ഈ ആലത്തൂർ യൂണിറ്റിൽ നിന്ന് 64 പേരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് 84 ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ 2 വർഷം നടത്തിയതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ ഗുണം എന്താണെന്നും അതിൻ്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കി സംഘടന വളർച്ചയ്ക്ക് അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നത് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മുടെ ഈ യൂണിറ്റിൽ നിന്ന് 20 ആളും കൂടി ഗുണം പറ്റിയത്. അപ്പം നമ്മൾ ഈ സംഘടനയിലുള്ള ആളുകളാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് നമ്മൾ ഈ കൂടി നടത്തുന്നത്. സംഘടനയിലെല്ലാം അതിൻ്റെ കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതിൻ്റെ ബാക്കി കമ്മിറ്റിയാണുള്ളത്. അപ്പോൾ ഇതാണ് പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ഈ 5000 ആളുകൾ പാലക്കാട്, പിന്നെ പാലക്കാട് ജില്ലയില്ലാതെ കേരളത്തിലെ ഒട്ടുക്കൊന്നും നമ്മൾ ഈ കൂടി നടത്തുന്നതായിട്ട് നമ്മൾ എൻ്റെ അറിവിലില്ല. എന്താണ് മോനെ ഏത് അറിവുകൊണ്ടാണ് മോനെ പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും വ്യക്തമായിട്ട് എഴുതി തരികയാണെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു മറുപടി തരാൻ കഴിയും. പിന്നെ നമ്മൾ ഈ സംസ്ഥാന സമ്മേളനം പാലക്കാട് കഴിഞ്ഞു മതങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥന ചെയ്യുക. അത് ഓരോ മതങ്ങൾ വ്യത്യസ്ത മതങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. 2015 അവസാനമായിട്ട് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞത് പാലക്കാട് വെച്ച്. അത് കഴിഞ്ഞിട്ട് കണ്ണൂർ വെച്ച് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർ വെച്ച് കഴിഞ്ഞു. അപ്പോൾ 2015 അന്നുണ്ടായ ഒരു സംഭവമാണ് ചോദിച്ചെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും അതും താങ്കൾ എഴുതി തരുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതി തരണം. പിന്നെ വാടക സ്ഥലങ്ങൾ മാറ്റി സ്ഥലം വാങ്ങിക്ക് ലൈസൻസ് കിട്ടുന്നില്ല എന്ന് സൂചിപ്പിച്ചു. വാടക സ്ഥലങ്ങൾ നമ്മൾ ശരിയായ വാടക കൊടുത്ത് വാടക ഉടമസ്ഥൻ്റെ വാടക ചീട്ട് ഉണ്ടാക്കിയിട്ട് നികുതി അടച്ചാൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥാപനങ്ങൾ മാത്രമല്ല, സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾ വാടകയ്ക്ക് വീട്ടിലിരിക്കുന്നുണ്ട്. ഈ വീട്ടിലിരിക്കുന്നതിനൊക്കെ അതിൻ്റെതായ നിബന്ധനകളുണ്ടാവും. ഏത് കാര്യത്തിനും എന്തിനും ഏത് ലൈസൻസിനും നിബന്ധനകളുണ്ട്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇവിടെ. കാരണം ഈ നിബന്ധനകളെ ഒഴിവാക്കാൻ പറ്റാവുന്ന നിയമങ്ങൾ ഒഴിവാക്കുകയും ലഘൂകരിച്ച് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ആഗത്തിൽ പല നിവേദനങ്ങളും നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഓഗസ്റ്റ് 22 നമ്മൾ നടത്താൻ പോകുന്ന ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്ന് പറഞ്ഞാൽ അതും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൽ നിന്നും മാതൃ യൂണിറ്റിൽ നിന്നും അതിനുള്ള ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്രവർത്തക സമിതി അംഗങ്ങളും വരുന്നുണ്ട്. പ്രവർത്തക സമിതി അംഗങ്ങൾ അല്ലാതെ എല്ലാ മെമ്പർമാരും ആവശ്യമുള്ളവർക്കൊക്കെ വരാം. ആ പരിപാടിയിൽ പങ്കെടുക്കണം. അതിൻ്റെ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ സമയത്ത് നിന്ന് കഴിയുമ്പോൾ സെപ്റ്റംബർ 31 ലൈസൻസ് എടുക്കേണ്ട കാലാവധി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ സർക്കാർ ചെയ്ത് തരുവാന്ന് വെച്ചാൽ കുറേ ആളുകൾക്ക് കൊണ്ട് ലൈസൻസ് എടുക്കാൻ കഴിയും.
പിന്നെ പൊല്യൂഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂളാണ്. അപ്പോൾ ആ റൂളിൽ നമ്മൾ പൊല്യൂഷൻ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ ആ ലൈസൻസ് എടുത്താൽ തന്നെയാണ്, ആ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്താൽ തന്നെയാണ് നമുക്ക് വർക്ക്ഷോപ്പ് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ആ രീതിയിലാണ് വർക്ക്ഷോപ്പ് കൊണ്ട് ഇത് എടുത്തുകൊണ്ട് തന്നെയാണ് വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾക്കൊന്നും അങ്ങനെ പറ്റില്ല, കാരണം വലിയ ഷെഡ് ആയതുകൊണ്ട് സമ്മതിക്കില്ല. കാരണം എല്ലാ വർക്കും ഉണ്ട്, പ്രത്യേകിച്ച് സർവീസ് സ്റ്റേഷൻ അടക്കമുള്ളതുകൊണ്ട് സർവീസ് സ്റ്റേഷനൊക്കെ പൊല്യൂഷൻ അത്യാവശ്യമാണ്. പിന്നെ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ട് സമരം പോരാട്ടങ്ങളിലൂടെ നടത്തി വന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമരം ചെയ്തിട്ടാണ് നമ്മുടെ ഈ സർക്കാർ ക്ഷേമനിധി ആനുകൂല്യം നമ്മൾ ഓട്ടോ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്. ഗവർണർ അത് മാത്രമല്ല, അതുപോലെ നിരവധി ബില്ലുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ള നിവേദനങ്ങൾ നമ്മൾ പ്രത്യേകം ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്, ജില്ലയിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ഷേമനിധിയിൽ അംഗത്തുള്ള ഈ ആലത്തൂർ ഇവിടുത്തെ എത്ര ആളുണ്ട്? സർക്കാർ ക്ഷേമനിധിയിൽ അംഗത്തുള്ള ആളുകൾ കൈകൊണ്ടിരിക്കാമോ? എത്ര ആളുണ്ട്? വർക്ക്ഷോപ്പ് ക്ഷേമനിധിയിലുണ്ട്. വർഷാപ്പല്ല, സർക്കാർ ക്ഷേമനിധി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? ഈ മെമ്പർഷിപ്പ് എടുക്കാതെ നമുക്ക് സർക്കാരിന്റെ ക്ഷേമനിധിയിൽ കിട്ടില്ല. അത് നമ്മൾ എടുക്കേണ്ട കാലാകാലങ്ങളിൽ സംഘടന നിങ്ങളെ അറിയിക്കുന്നുണ്ട്, യൂണിറ്റിനെ അറിയിക്കുന്നുണ്ട്. അപ്പൊ അത് എടുക്കാൻ ആദ്യം നമ്മൾ തയ്യാറാവുക, അതിന് ശേഷമാണ് ആളുകൾ എടുക്കുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പ് ക്ഷേമനിധിക്ക് പ്രശസ്തി ഇല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങളാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക്. ആ സർക്കാർ ക്ഷേമനിധി വന്നു കഴിഞ്ഞാൽ സർക്കാരിനുള്ള ക്ഷേമനിധി വളരെ കിട്ടും. ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ ക്ഷേമനിധിയിൽ പെട്ട ആനുകൂല്യമാണ് നമ്മൾ മെമ്പർമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ അടുത്ത പുഷ്പാങ്കരന് എന്തോ സംശയം, ഓണക്കോടി കൊടുക്കണം. പല യൂണിറ്റുകളും ഈ ഓണത്തിനൊക്കെ പാവപ്പെട്ട മെമ്പർമാരുണ്ടെങ്കിൽ അവർക്ക് ഓണക്കിറ്റും ഇതോ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. ഞാൻ ഈ ഓണത്തിനൊക്കെ തൊഴിലാളികൾക്ക് അവരുടെ ജോലി ചെയ്യുന്ന ഒപ്പമുള്ള മെമ്പർമാരിലായ ആളുകൾക്ക് ഓണക്കോടി കൊടുക്കാറുണ്ട്. അതേമാതിരി ബോണസ് കൊടുക്കാറുണ്ട്, അഡ്വാൻസും കൊടുക്കാറുണ്ട്. അത് ഓരോ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥന്മാർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ മെമ്പർമാർക്ക് കൊടുക്കുന്നത്.